ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മത്തയില കൊണ്ടിട്ട് ഒരു തോരൻ എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. വരും. അതിൽ 3-4 പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ അത് കായാവില്ല, ചിലപ്പോൾ ഇത് കൊഴിഞ്ഞു വീഴാനും മതി. ആ പൂക്കളും നമുക്ക് തോരനിൽ ചേർക്കാം. ഇതുപോലെ തളിര് ഇലയും ആ തണ്ടും നമുക്ക് ചേർത്താൽ നല്ലതാണ്. പിന്നെ വലിയ ഇല തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് മൂത്ത് പോയത് എടുക്കരുത്. മത്തയിലയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, സി, കാൽസ്യം, അയൺ, പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദഹനത്തിന് സഹായിക്കും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിൽ അധികം മൂക്കാത്ത ഇല നോക്കി മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ചധികം ഇലകൾ മുറിച്ചെടുത്തു. ആ കൂട്ടത്തിലൊരു പൂ അടർന്നു പോയത് അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇലകൾ നമ്മൾ കറിക്കായിട്ട് കിള്ളിയെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തെ ഓർമ്മകളിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മുടെ അമ്മൂമ്മമാർ മുറ്റത്തും തൊടിയിലും പാടവരമ്പത്തും ഒക്കെ ഒന്ന് നടന്ന് കറങ്ങി വരുമ്പോഴേക്കും അന്ന് ഉച്ചയ്ക്ക് വെക്കാനുള്ള കായ്കളും ഇലകളും ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. ഒന്നും വെളിയിൽ നിന്ന് അങ്ങനെ പച്ചക്കറികൾ മേടിക്കുന്ന പതിവ് വളരെ കുറവായിരുന്നല്ലോ. ഇത് നിലം പറ്റി വളരുന്നത് കൊണ്ട് ധാരാളം മണ്ണുണ്ടാവും. അപ്പോൾ ഞാനിത് പുറത്ത് വെച്ച് തന്നെ ഒരു 2 പ്രാവശ്യം കഴുകിയിട്ടാണ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഒലച്ചൊന്ന് കഴുകിയെടുക്കാം. മത്തയില തോരൻ, തഴുതാമയില തോരൻ, ഇതൊക്കെ രുചിയേക്കാളുപരി അതിൻ്റെ ഗുണം ഓർത്തിട്ട് നമ്മൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് ഒലച്ച് കഴുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ തണ്ടിൽ ഇതുപോലൊരു നൂല് പോലുണ്ട്. നമ്മൾ ബീൻസൊക്കെ അരിയുന്നതിന് മുമ്പ് ഇങ്ങനെ വലിച്ചു കളയില്ലേ, അതുപോലെ തണ്ട് പ്രത്യേകം അരിഞ്ഞ് മാറ്റാം. എന്നിട്ട് നമ്മൾ വലിയ ഇലയ്ക്കുള്ളിൽ ചെറിയ ഇല വെച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന എത്ര ഇലയോ അത്രയും എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുരുട്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരുന്നോളും. എന്നിട്ട് നന്നായിട്ട് മുറുക്ക പിടിച്ചിട്ട് നമ്മളതങ്ങ് അരിഞ്ഞെടുക്കാം. തണ്ട് ഒന്ന് സെപ്പറേറ്റായിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് ഇല ഒന്നിച്ചങ്ങ് അരിയാം. എത്രയും പൊടിയായിട്ട് അരിയാവോ അത്രയും പൊടിയായിട്ട് അങ്ങ് അരിയുന്നതായിരിക്കും നല്ലത്. ഞാൻ അരിയുമ്പോൾ ഇങ്ങനെ സൈഡ് ചരിച്ചങ്ങ് അരിയും. നമ്മൾ നീളത്തിൽ അരിയുമ്പം പിന്നെ നമ്മൾ അതൊന്നും കൂടെ മുറിക്കേണ്ടതായിട്ട് വരും ഇതുപോലെ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചരിച്ച് അരിയുവാണെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞു വീണോളൂ. പിന്നെ നമ്മൾ ഒന്നുകൂടെ അരിയേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അങ്ങനെയെല്ലാം അരിഞ്ഞെടുക്കാം. പൂവും കൂടെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം. അപ്പോൾ അന്ന് പൂവിൻ്റെ ഉള്ളിൽ ചിലപ്പം ചെറിയ പ്രാണികളുണ്ടാവും. അപ്പോൾ അത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അരിഞ്ഞിടണേ. അത് വെറുതെ കളയാൻ തോന്നിയില്ല. അത് അല്ലെങ്കിൽ അതവിടെ വീണങ്ങ് പോവേ ഉള്ളൂ. അതാണ് ഞാനങ്ങനെ അരിഞ്ഞിട്ടത്. നമ്മുടെ പഴമക്കാരുടെ ആഹാരക്രമം പറയുവാണെങ്കിൽ താളും തകരയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആ ഒരു ആഹാരക്രമം വ്യക്തമാണ്. അപ്പം മുമ്മാസം എന്ന് ഉദ്ദേശിക്കുന്നത് 3 മാസം. അപ്പം 12 മാസമായ ഒരു വർഷക്കാലത്തെ ആഹാരക്രമം. അപ്പോൾ അങ്ങനെയും ഇങ്ങനെയും പോയ ആ മാസങ്ങളിൽ ഒന്ന് തന്നെ ആവാം നമ്മളിപ്പോൾ കടന്നു പോകുന്ന കർക്കിടക മാസവും അല്ലേ. ഇപ്പം നമ്മൾ മത്തയില നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞു കഴിഞ്ഞു. ചതയ്ക്കാനായിട്ട് ചെറിയ ജീരകം, തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ആ കൂട്ടത്തിൽ ചട്ടിയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇത് അരിയാണ് കേട്ടോ. ഏത് അരി വേണമെങ്കിലും എടുക്കാം. അരി എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പാണെങ്കിലും എടുക്കാം കേട്ടോ. നല്ലൊരു രുചിയാണത്. അതിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അരി ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി. ഇലക്കറികൾക്ക് കറിവേപ്പില നിർബന്ധമില്ല, ഇട്ടാലും കുഴപ്പമില്ല.
ഇതാ അരി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു 8-10 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഇതിലെ അരി നമ്മൾ കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കരിമുരാന്നിരിക്കും. ആ ഒരു പരുവത്തിലാണ്. ഇപ്പോൾ ഇതിന് മതിയാവും. ഇനി അതിലേക്ക് ആദ്യം നമുക്ക് അരിഞ്ഞ് വെച്ച് തണ്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് വേകും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉപ്പ് എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ടത് അവിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മത്തയില സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് അരച്ച് വെച്ച അരപ്പ് നടുക്ക് വെച്ച് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പം 2 മിനിറ്റ് ധാരാളം മതിയാവും. അപ്പോൾ നമ്മൾ അത്രയും ഇല അരിഞ്ഞെങ്കിലും നമ്മൾ വെന്ത് വന്നപ്പം അതിൻ്റെ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ മത്തയില തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ തോരൻ മാത്രമായിട്ട് വെച്ചൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. വേറെ കറിയൊന്നും ഇല്ലാതെ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കൂ. അപ്പോൾ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഡിയർ ഓൾ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.